ജയ്, അയ്യോ ഞാനൊക്കെ വളരെ എൻജോയ് ചെയ്തു കേട്ടോ പെർഫോമൻസ്. ഐ എം ഷുവർ അതുപോലെ തന്നെ ആയിരിക്കും ഓഡിയൻസ്. ഐ മീൻ നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്താ എക്സ്പെക്ട് ചെയ്യാ പ്രതീക്ഷ അറിയില്ല. ബിക്കോസ് ഏത് പാട്ടും വേണ്ടി നിങ്ങൾക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ ഒരു പേഷ്യൻസും നിങ്ങളുടെ റിസർച്ചിൽ നിന്നും വരേണ്ട ഒരു സാധനമാണ്. തീർച്ചയായിട്ടും ഞാൻ ഈ പാട്ട് മുമ്പേ കേട്ടിട്ടില്ല. ഓഫ്കോഴ്സ് നിങ്ങളുടെ ആ പെർഫോമൻസിൽ ഒരു ആദിവാസി സ്റ്റൈലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കോമഡി എഫക്റ്റും ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാട്ടെന്താ രാസയാരോ ഇല്ലേ. അപ്പൊ അവരൊക്കെ ആ സ്റ്റെപ്പ് ചെയ്തതും പിന്നെ അവസാനത്തെ ആ ടൈമിങ്ങിലുള്ള മൂവ്മെന്റ് ഒക്കെ വളരെ നന്നായി. ശ്രീയേട്ടാ, ജയേഷ, ശരിക്കിതിന്റെ വരി ഇങ്ങനെ തന്നെയാണോ? അതെ സർ, ഒരു ലൈൻ മാത്രമേ തെറ്റിപ്പോ. ഒരു ലൈൻ മാത്രമേ തെറ്റുള്ളൂ അല്ലേ? ഞാൻ വിചാരിച്ച എല്ലാ ലൈനും തെറ്റിപ്പോയതായിട്ട് എനിക്ക് തോന്നി. ഒന്നും മനസ്സിലായില്ല. സംഭവം അടിപൊളിയായിരുന്നു, നന്നായിരുന്നു. കണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നിയത്, ഈ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, നമ്മുടെ മനസ്സിനൊക്കെ ഇപ്പൊ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ ഞെട്ടിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, തിരുട്ട് ഗ്രാമം എന്ന് പറഞ്ഞിട്ട്. ഈ തിരുട്ട് ഗ്രാമത്തിൽ നിന്നാണ് ആൾക്കാർ വന്ന് ഇവിടെ മോട്ടിച്ചുകൊണ്ട് പോണേ. ആ ഗ്രാമത്തിലെ ജോലി തന്നെ, കുട്ടികളുടെയും മുതിർന്നവരുടെയും ജോലി തന്നെ മോഷണമാണ്. ആ ഗ്രാമത്തിൽ പോലീസ് പോലും കയറാൻ പറ്റില്ല, അത്രയ്ക്ക് ശക്തിയാണ്. അവിടുന്ന് വന്നൊരു ഐറ്റത്തിനെ പോലും ജയേഷനെന്ന്. പിന്നെ കുറെ നേരമായിട്ട് ഞാൻ ആലോചിച്ചിരിക്കുന്നത് എപ്പ തീരുമെന്ന്. കാരണം ഒരേ ലൈൻ അത് എന്നെ അനുവല്ലേ, അത് എന്നെ ചരണം, പിന്നെ ഇത്, പിന്നെ ഫാസ്റ്റായിട്ട് പാടി. ഞാൻ വിചാരിച്ചു സമാധാനമായി, ഒന്ന് തീർന്നല്ലോ എന്ന് വിചാരിച്ചപ്പം ഒരു തുണ്ട് ആ സയ്യാരോ സൂപ്പറായിരുന്നു കേട്ടോ. ടോട്ടൽ എക്സലന്റ്, വെരി ഗുഡ്. കാർത്തിക, ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. കാരണം എനിക്ക് ആ ഡാൻസേഴ്സ് എവിടെ, അവരെയാണ് വേണ്ടത്. അവര് ഒരു ഷേക്ക് ഉണ്ടല്ലോ, അതും ഈ ഫേസ് അതൊന്ന്, പിന്നെ ഈ ഷോൾഡർ രണ്ട്, പിന്നെ ബാക്ക് എല്ലാം കൂടായിട്ട് മൊത്തത്തിൽ തിരിഞ്ഞു നിന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് എനിക്കത് എനിക്ക് ചിരി സഹിക്കാൻ വയ്യ. അതും പാടുന്ന ആള് വളരെ സീരിയസ് ആയിട്ട് നിന്ന് പാടുന്നു. അവരെല്ലാരും അവിടെ തകർത്ത് കരയുന്നു. എനിക്കത് മനസ്സിലായില്ല, എന്തിനാ അവര് കരഞ്ഞത്. അങ്ങനെയുണ്ട്, ഒരു ഫീലുണ്ട്. പാടുന്ന ആള് സീരിയസ് ആണ്. അവരെല്ലാരും സങ്കടം. അവരെല്ലാരും നന്നായിട്ട് ചെയ്തു, അസലായിട്ട് ചെയ്തു, നന്നായിട്ട് പെർഫോം ചെയ്തു. പാട്ടും നന്നായിരുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എനിവേ, ഓൾ ദി വെരി ബെസ്റ്റ്. ചേച്ചി, എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു ജയേഷൻ. ഒന്നത് ആ ഒരു സ്റ്റൈല് നല്ലോണം അഡോപ്റ്റ് ചെയ്തു. കുറെ കന്നഡ വാക്കുകളൊക്കെ വരുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. പിന്നെ കൊറിയോഗ്രാഫിയും വളരെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു മിസ്റ്റേക്സ് എഴുതാൻ തോന്നിയില്ല. നല്ലൊരു പെർഫെക്ഷൻ ഉള്ളൊരു റെൻഡിഷൻ ആയിട്ട് തോന്നി കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടമായി മോനെ, നന്നായിരുന്നു. അതിന്റെ ഒരു എന്താ പറയണ്ട ഒരു ഫീൽ ഉണ്ടായിരുന്നു പാട്ട് പോലെ. പിന്നെ എനിക്ക് കണ്ടപ്പോ കള്ളനാണോ ഭിക്ഷക്കാരനാണോ കള്ളസ്വാമിയാണോ ഒന്നിനും ചേരാത്ത ഒരു വേഷം. ഇതാരാ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് തന്നത്? ഞാൻ തന്നെ ചെയ്തു. കൊള്ളാം, ഒരു ഭാവിയുണ്ട്. മോഹൻചേട്ടനോട് പറഞ്ഞിരുന്നായിരുന്നു സംഭവം. പിന്നെ ഇതെല്ലാം വരച്ചു വെച്ചത് ഞാൻ തന്നെ. ഏതിങ്ങനെ പൂച്ചയുടെ കൂട്ടാ? ഒരു ഗോപി ഇട്ടാ തന്നെ പോക്ക, പല സ്ഥലത്ത് ഗോപി ഇട്ട് വെച്ചേക്കാം. അത് എനിക്ക് മോനെ അത് വലുതായിട്ട് പറയാൻ, ചില സ്ഥലങ്ങളിൽ കുറച്ച് ശ്രുതി, അത് പിന്നെ ഈ ഒരു ടോട്ടൽ ഫീൽ എന്ന് പറയുന്നതിന് അതിനേക്കാളൊക്കെ വാല്യൂ ഉണ്ട് ഈ ഇതുപോലുള്ള പാട്ടുകളാകുമ്പോ. പിന്നെ അണ്ണൻ പറഞ്ഞ പോലെ ലിറിക്കിന്റെ കാര്യം, ഇത് മറ്റേ അരുൺ നായക് എടുത്തോണ്ട് വന്നിരുന്നത് നന്നായിരുന്നു. എത്ര ലിറിക്ക് പറഞ്ഞു പോലും കുഴപ്പമില്ല. വായി തോന്നിയത് ഗോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞാൽ കൂയാ കൂമി കുമാക്കിയില്ല കൂയാ എന്നൊക്കെ ഇപ്പൊ നമ്മള് കേസ് കൊടുക്കാൻ പോന്ന ഒന്നുമില്ല. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമ്മോളെ കയറിയപ്പോ ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. ഇങ്ങനെതാ എന്നെ ഇറക്കി വിട്ടു താങ്ക്സ്, കൊള്ളാന്ന്. അതെനിക്ക് ഇഷ്ടമായി കേട്ടോ. അത് ഇരിക്കാൻ പറ്റിയില്ല ശരിക്കും. 4 മുള ചേർത്ത് വെക്കുന്നറിഞ്ഞ പോയി 2 ഉള്ള മുള വെക്കാൻ എവിടെങ്കിലും വെക്കണ്ടേ ഒന്നല്ലേ? ആ ആസനസ്ഥനാവാൻ പറ്റിയില്ലല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. ഇതാകെ മനസ്സിലാവുന്നത് ആ സമുദായത്തിലെ ആൾക്കാർക്കായിരിക്കും. ഓക്കെ, now let's find out the marks. Out of 10, Karthika. 9 marks. 9 out of 10. Sharat sir, out of 30. 24. 24. Shriyata?
24 ഉണ്ട്. ചേച്ചി 23. 23. ജയന്റെ ടോട്ടൽ മാർക്സ് ഈ റൗണ്ടിൽ 80 മാർക്സ് ആണ്. ഐ തിങ്ക് തീർച്ചയായിട്ടും 80 എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഈ നമ്മുടെ ഫസ്റ്റ് 8 സ്റ്റേജിലെ ഫസ്റ്റ് എപ്പിസോഡിലെ ഹയസ്റ്റ് മാർക്സ് ആണ്. തീർച്ചയായിട്ടും പ്രാർത്ഥനയും സപ്പോർട്ടും SMS ഉണ്ടാവണം. എനിക്ക് SMS ചെയ്യേണ്ട ഫോർമാറ്റ് ISS space JJAI.